ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർട്ട് മാസ്റ്റർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിജയ് കണ്ടു. അപ്പോൾ നമ്മളിത് നിർമ്മിച്ചിരിക്കുന്നത് നെയിം റിവീൽ എന്ന ഈ ഒരു ബോർഡാണ്. അപ്പോൾ ഈ ഒരു സംഭവമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മളിത് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്ത് കാണാം. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തെർമോക്കോൾ ബോൾസ് തന്നെ ഇട്ടിരിക്കുന്നത്. ഉള്ളിൽ വിനയിലാണ് അടിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് വേണ്ട പേരും കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറക് ഷീറ്റിലാണ് ഇതിൻ്റെ ഔട്ടർ പണിതിരിക്കുന്നത്. ഈ ഒരു സംഭവമൊക്കെ പണിതിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ റിബൺ വെച്ചതേ കെട്ടി ഈ അവസാനം ഈ ഒരു ഭാഗം വളരെ ഈസി ആയിട്ട് ഓപ്പൺ ആക്കാവുന്ന തന്നെയുള്ളൂ. അപ്പോൾ എല്ലാ ബോളും കറക്റ്റായിട്ട് തന്നെ വീണ് പോകും. അതുകൊണ്ട് ഈ ഒരു മേലത്തെ ഷീറ്റ് അത് നമ്മൾ ടേബിൾ ഷീറ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടേബിൾ മാറ്റ് അതിൻ്റെ മേളിലൊക്കെ വിരിക്കുന്ന ആ ഒരു ഗ്ലാസ് ഷീറ്റാണ്, അതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വിനയിലിൽ നമുക്ക് വേണ്ട മാറ്ററൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2.5 അടിയോളാണ് അതിൻ്റെ വീതി വരുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓവർ വലുപ്പമായാലും പ്രശ്നമാണ്. അപ്പോൾ ഒരുപാട് ബോൾസൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് മാക്സിമം, ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിനയിൽ ചെയ്യാനായിട്ട് നമുക്ക് ചിലവ് വരുന്നത് 350 രൂപയാണ്. ഈ ഒരു വിനയിൽ നമുക്ക് ചിലവ് വരുന്നത്. അതേപോലെ തന്നെ ഇത് എവിടെ നിന്ന് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലക്സ്, അതേപോലെ തന്നെ വിനയിൽ അടിക്കുന്ന ആ ഒരു ഷോപ്പിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഫോറക് ഷീറ്റിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് അടുത്തായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെടുത്ത ഫോറക് ഷീറ്റിന് വീതി കുറവായ കാരണം നമ്മൾ 2 പീസ് ജോയിൻ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഫോറക് ഷീറ്റ് 70 രൂപയുടെ 2 ഫോറക് ഷീറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷീറ്റിലേക്കാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പീസ് വെച്ചിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജോയിൻ്റ് ചെയ്യാനും ഒട്ടിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗ്ലൂ തന്നെ എടുക്കുന്നത്. ഫ്ലക്സ് ഗ്ലൂ ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണ്ട പീസ് നമ്മളിത് കറക്റ്റായിട്ട് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ പീസ് 2 സ്ക്വയറിലുള്ള ചെറിയ പീസ് നോക്കി വാങ്ങിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത് ഏത് ഷേപ്പ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ഷീറ്റിലേക്ക് ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്, അതായിരിക്കും എളുപ്പം. അപ്പോൾ ഞാനിവിടെ ആദ്യമേ തന്നെ ഒട്ടിച്ചെടുക്കുന്നില്ല, വരച്ചെടുത്തതിന് ശേഷമാണ് അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സൈഡൊക്കെ ബീഡിങ്ങൊക്കെ വെച്ചതിന് ശേഷമാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അത് ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് 2 രീതിയിലും ചെയ്യാം. അപ്പോൾ ആദ്യമേ ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം, അതല്ല ആദ്യമേ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു സൈഡ് ഒട്ടിച്ചെടുക്കുകയും അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ അതായത് നമ്മൾ ഫോറക് ഷീറ്റൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു തെർമോക്കോൾ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സൈഡ് ബീഡിങ് ഒട്ടിച്ചെടുക്കുന്നതായിട്ട് കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ലവിൻ്റെ ആ ഒരു ഷേപ്പ്, അതിൻ്റെ നടുഭാഗം അരഞ്ചിന് തുടങ്ങിയിട്ട് ആ ഒരു ക്ലോസ് ചെയ്യുന്ന ഓപ്പൺ ആക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ 1.25 ഇഞ്ചിലാണ് ആ ഒരു വീതിയിലാണ് നമ്മൾ സൈഡ് ബീഡിങ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സൈഡ് ബീഡിങ് ഒട്ടിച്ചെടുക്കേണ്ടത്. മേളിൽ അരഞ്ചും അതേപോലെ തന്നെ താഴ്വശത്ത് ഒരു 1.5 ഇഞ്ച് വരെ വീതിയിൽ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമോക്കോൾ ബോൾസ് അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വീഴാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടും എല്ലാം കൂടിയാണ് നമ്മളിങ്ങനെ ഈ ഒരു മേളിൽ അരഞ്ചും അതേപോലെ തന്നെ അടിയിൽ 1.5 ഇഞ്ച് വരെയൊക്കെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ തുറക്കാൻ ഈസി ആയിട്ട് നമുക്ക് അവിടെ ഒരു ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം.
അപ്പോൾ സൈഡ് ബീഡിങ് ഒക്കെ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കുക, എല്ലാ ഭാഗത്തും ഗമ്മ് വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങളൊന്നും വിടാതിരിക്കാൻ വളരെയധികം ഗമ്മൊക്കെ വെച്ച് കൊടുക്കുക, നല്ല രീതിയിൽ ഉറപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സൈഡ് ബീഡിങ്ങൊക്കെ വളരെ ഭംഗിയായി ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഷീറ്റ് നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്, അതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നിരുന്നാലും അത് കറക്റ്റായിട്ട് ആ ഒരു ബാക്ക് ഷീറ്റ് വെട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു കഷ്ണം വെട്ടിക്കളഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് വെച്ച് ഒട്ടിച്ചതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി വലിച്ചെടുക്കുക, കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് കൂടെ ഗ്ലാസ് ഷീറ്റാണ്, അക്കറിലേക്ക് ഗ്ലാസ് ഷീറ്റാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ചിലവർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടേബിൾ ഷീറ്റാണ്, അപ്പോൾ കനം കുറഞ്ഞ ടേബിൾ ഷീറ്റാണ് നമ്മൾ വെച്ചെടുക്കുന്നത്. അപ്പോൾ മീറ്ററിന് ഒരു 65 രൂപ വിലയുള്ള ആ ഒരു ടേബിൾ ഷീറ്റാണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടേബിൾ ഷീറ്റ് നമുക്ക് കറക്റ്റായിട്ട് വലിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിക്കാം, അതുപോലെ തന്നെ സെല്ലോ ടാപ്പ് ഉപയോഗിക്കാം. അപ്പോൾ സെല്ലോ ടാപ്പ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും എളുപ്പം, അതാകുമ്പോൾ സൈഡിൽ ആ ഒരു പശയൊന്നും കാണില്ല, അപ്പോൾ കറക്റ്റായിട്ട് ഇരുന്നോളും. സെല്ലോ ടാപ്പ് വെച്ച് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് തെർമോക്കോൾ ബോൾസാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 1.5 പാക്കറ്റോളം തെർമോക്കോൾ ബോൾസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു പാക്കറ്റിന് 200 രൂപയോളം ചിലവ് വരും. അതേപോലെ തന്നെ ആ ഒരു ബോൾ കറക്റ്റായിട്ട് വീഴാനായിട്ട് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്ലേഡിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 6 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക, 3 ഇഞ്ച് വെച്ചിട്ട് ആ ഒരു 1.25 ഇഞ്ച് വീതി വരുന്നിടത്ത് ഒരു 1 ഇഞ്ചിൻ്റെ ഒരു ഹോൾ അടിച്ചെടുക്കുക, അപ്പോൾ ഒട്ടിച്ചെടുക്കുക. ഒന്ന് റിബണൊന്ന് ചുറ്റിനൊന്ന് വെച്ച് ടാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ റിബൺ അയച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ വീണോളും. അപ്പോൾ അങ്ങനെ അടച്ചെടുക്കുക, അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വീണോളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു അതിലുപരി മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കേണ്ട. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ അതുപോലെ തന്നെ ഇതാർക്കെങ്കിലും ആവശ്യമായിട്ട് വരികയാണെങ്കിൽ തന്നെ നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യട്ടോ.